വി ടോക്സ് വിത്ത് ഓൺടർപ്രണർ സെഷനിൽ അടുത്തതായി സംസാരിക്കുവാനായി എത്തുന്നത് കേരള ഒഡീസി ടൂർസ് ആൻഡ് ട്രാവൽസ് CEO ശ്രീ ഗോപകുമാർ കൈനക്കരിയാണ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള ഒഡീസി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്തൊക്കെയാണ് ഈ ഒരു സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ? ഇത്തരത്തിലുള്ളൊരു ആശയത്തിലേക്ക് വഴിതെളിച്ചത് എന്തായിരുന്നു? എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഏറ്റവും ഭംഗിയോടെ അതിൻ്റെ പെർഫെക്ഷനിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു മെയിനായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ. അത് കുഞ്ഞുനാളിൽ തൊട്ട് അങ്ങനെ ഒരു ശീലിച്ചു. ഞാൻ ഇവിടുന്ന് എൻ്റെ പഠനത്തിന് ശേഷം ഹൈദരാബാദിൽ സത്യത്തിലാദ്യം ഒരു ടീച്ചിങ് ഫീൽഡിലാണ്, പ്രൈവറ്റ് ടീച്ചറായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടുന്ന് ടീച്ചിങ് ഫീൽഡിൽ ഇരുന്ന് തന്നെ നമ്മുടെ ആ ഒരു ഏൽപ്പിച്ച ആ ഒരു അതിൽ 100% ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പിന്നീട് ഞാൻ പഠിപ്പിച്ച സ്കൂൾ തന്നെ ഞാൻ അവിടുന്ന് ലീസിന് എടുക്കുകയും എടുത്ത് ആ ഒരു സ്കൂൾ റൺ ചെയ്തു. നല്ല രീതിയിൽ പോകുമ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡിൻ്റെ സമയത്ത് പിന്നെ നമ്മുടെ ബസ്സുകളും എല്ലാം വിട്ടു. പിന്നെയും എല്ലാ ബിസിനസ് എൻ്റർപ്രണേഴ്സിനെയും പോലെ ആ സമയത്ത് കോവിഡിൽ വന്ന ആ കോവിഡ് വേവിൽ എല്ലാവർക്കും വന്ന ആ ഒരു നാശനഷ്ടങ്ങളെ പോലെ തന്നെ സത്യത്തിൽ എൻ്റെ സ്കൂളും കാര്യങ്ങളുമൊക്കെ എനിക്ക് സ്വപ്നമായി മാറി. അങ്ങനെ മലയാളം അറിയാത്ത എൻ്റെ വൈഫും കുട്ടികളുമൊക്കെയായി തിരിച്ച് നാട്ടിലേക്ക് എത്തപ്പെടുകയും ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇഫ് യു കനോട്ട് ഡു ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണ് അത്യാവശ്യം ഇതിലേറെ കടവുമായിട്ട് കേരളത്തിൽ തിരിച്ചു വന്ന ഞാൻ സത്യത്തിൽ ഒരു ഹൗസ് ബോട്ട് കമ്പനി, ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് സ്വകാര്യ അഹങ്കാരമാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ആവുകയും അവിടെ സത്യത്തിൽ ക്ലീനിങ് സെക്ഷനിലാണ്, ക്ലീനിങ്ങും സർവീസുമായിട്ടാണ് ഞാൻ എൻ്റെ കരിയർ തിരിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്നെ ഏൽപ്പിച്ച ജോലി അപ്പോഴും ഞാൻ ഗസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റ് എങ്ങനെയാണെങ്കിലും ഹാപ്പി ആയിട്ട് തിരിച്ച് പോകണം എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അടുക്കലാണെങ്കിലും അല്ല മാനേജ്മെൻറ്റിനോട് പോലും എനിക്ക് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എന്താ പറയുക, നമുക്ക് എന്തൊക്കെ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ദൈവങ്ങളോടാണല്ലോ പറയാറ്. അങ്ങനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനുവരി 26-ന് എന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇൻചാർജ് ആയിട്ടുള്ള മേഡം വിളിച്ചിട്ടും ഗസ്റ്റ് റിലേഷൻ മാനേജറായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നു. അപ്പം അത്യാവശ്യത്തിലേറെ കടവുമായിട്ട് ഞാൻ എനിക്ക് ആ സമയത്ത് ഒരു തിരിച്ചുവരവായിരുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ട്വിസ്റ്റ്, അത് ഒരു ബോട്ട് റേസ്, ഞങ്ങൾക്ക് വള്ളംകളിയുമായി ബന്ധപ്പെട്ടൊരു വഴക്കും അതിന് ഒരു 14 days എനിക്ക് ഒരു കേസ് സംബന്ധിച്ച് റിമാൻഡിൽ വരേണ്ടി വന്നു. അതും ഈ തിരുവനന്തപുരത്ത് കുഞ്ചാലമൂടിലാണ് വരുന്നത്. സത്യത്തിൽ ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ എൻ്റെ ഈ കേരള ഒഡീസി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് ഈ കേരള ഒഡീസി ഉണ്ടായത് അതൊക്കെ എൻ്റെ സത്യത്തിൽ ഈ കുഞ്ചാലമൂടി തിരുവനന്തപുരം സബ് ജയിലിൽ ഉള്ളിൽ 14 ദിവസം ഇരുന്ന് ഒരുപാട് ബുക്സ് നമ്മൾ കൊച്ചിലെ ഞാൻ പഠനകാലത്ത് ഉപേക്ഷിച്ച വായനാശീലം വീണ്ടും ഇവിടെ വന്ന് തുടങ്ങി ഒരുപാട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ചെയ്യാനുള്ള നല്ല കണക്കൂട്ടലോടുകൂടിയാണ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴും എന്നെ ഇപ്പോൾ പുറത്തിറങ്ങാൻ നേരത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വരികയും ഇതെൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയും അവർ എന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് നല്ല സപ്പോർട്ട് തന്ന എൻ്റെ കൂട്ടുകാരായിരുന്നു. പിന്നെ അങ്ങനെ ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന ജയിലിനുള്ളിൽ ഇരുന്ന് ഞാൻ പരുവപ്പെടുത്തിയെടുത്ത ആ കേരള ഒഡീസി ആ ഒരു തോട്ട് സത്യത്തിൽ ഹൈദരാബാദിൽ തിരിച്ചു വരുമ്പോൾ കടങ്ങൾ മാത്രമായിട്ട് വന്നെങ്കിലും അവിടുത്തെ ഒരുപാട് റിലേഷൻ, എൻ്റെ സ്റ്റുഡൻസ്, പിന്നെ ഒരുപാട് അവിടെയുള്ള ഏജൻസികൾ, പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി ആയിട്ടും ഈ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് നമ്മുടെ കേരള ഒഡീസിക്ക് ഞാൻ ഇറങ്ങി പുറത്തു വന്നതിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ തറക്കല്ലിടുകയും അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് ബുക്കിങ്സ് ഉണ്ട്, ഷിക്കാര ബുക്കിങ്സ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഹോം സ്റ്റേ ഉണ്ട്, കേരള ഒഡീസി ഹോം സ്റ്റേ ഉണ്ട്.
ആലപ്പുഴയിൽ നമ്മൾ എല്ലാ സർവീസ് ട്രാവൽസ് ഉണ്ട്. ഒരു പാക്കേജ് ചെയ്യുന്നതിനകത്താണെങ്കിൽ കൂടി നമ്മളെല്ലാം ആ ഒരു രീതിയിലാണ്. ഇപ്പം നമ്മുടെ അടുത്ത ഒരു ഇത് തെലങ്കാന സ്റ്റേറ്റിൽ കരിമനഗറിൽ പുതിയൊരു ബ്രാഞ്ചും കൂടെ ഇപ്പോൾ ഓപ്പൺ ആവുകയാണ്. പിന്നെ മെയിനായിട്ടുള്ള കേരള ഒഡീസിയുടെ സംബന്ധിച്ച ഗസ്റ്റ് എക്സ്പീരിയൻസ്. സാധാരണ ഒരു ഗസ്റ്റ് ഇവിടെ വന്ന് പണവും മുടക്കി അവർ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് പല പല കാരണങ്ങളാൽ, ചിലപ്പോൾ ഏജൻസി അല്ലെങ്കിൽ ചിലപ്പോൾ ബോട്ടിൽ വന്ന മിസ്റ്റേക്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഒട്ടുമിക്കവാറും ഒരുപാട് പ്രതീക്ഷകളോട് വരുന്ന ഗസ്റ്റ് ഒരുപാട് പണം മുടക്കി അവരിവിടെ വന്നതിന് ശേഷം അവരുദ്ദേശിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ തിരിച്ചു പോകുന്നില്ല. അപ്പം അതിൽ നമ്മൾ ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ആ ഒരു ഗസ്റ്റ് എക്സ്പീരിയൻസ്. ഏതൊരു ഗസ്റ്റ് ആണെങ്കിൽ കൂടിയും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖത്തോടു കൂടി, നമുക്ക് ഇതുവരെയും ഒരു 4 സ്റ്റാർ ഫീഡ്ബാക്ക് പോലും കിട്ടാത്ത രീതിയിൽ വരുന്ന ക്ലയൻസ് എല്ലാം 5 സ്റ്റാറോട് കൂടി നമുക്കത് തന്നു പോകുന്ന ആ ഒരു രീതിയിലേക്ക് സ്ഥാപനത്തെ വളർത്തുക. അതിന് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ കുഞ്ചാൽമൂട് തിരുവനന്തപുരം ജയിലിലിരിക്കുമ്പോൾ പോലും അതിൻ്റെ 3ാമത്തെ നിലയിൽ, ഇത് ജയിലൊക്കെ എല്ലാവരും കേൾക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ക്രിമിനൽ കേസോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നുമല്ല, ജസ്റ്റ് കൂട്ടുകാരുമൊത്ത് പോയി ഒരു ഇതിനകത്ത് വന്നതാണ്. പക്ഷേ അതിലെന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവയർനെസ് ഒന്നുമില്ല, അങ്ങനെ വന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഈ ജയിലിനുള്ളിൽ ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരം ആ ജയിലിലിരിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ മേൽക്കൂര കാണാൻ പറ്റും. അതിൻ്റെ 3ാമത്തെ നിലയിൽ 7ാമത്തെ സെല്ലിലായിരുന്നു ഞാൻ. അപ്പോൾ എന്നും അത് നോക്കി കരയുമ്പോഴത്തേക്കും സങ്കടം വന്ന് ഇങ്ങനെ അത് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സത്യത്തിൽ അന്നും മനസ്സിലുകൊണ്ട് വിചാരിക്കുന്നില്ല ഇങ്ങനെ വന്ന് ഒരു തിരിച്ചു വരവ് വീണ്ടും ഉണ്ടാവും. ഇത് ഈ ശ്രീപത്മനാഭൻ്റെ മണ്ണിത്തന്നെ വന്ന് ഇതുപോലെ ഒരു സംസാരിക്കേണ്ടി വരും എന്നൊന്നും വന്നത് ആ സങ്കടങ്ങളിലും കണ്ടില്ല. പക്ഷേ ഉറച്ച ഒരു ആത്മവിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന ക്ലയൻസ് ഒരു കാരണവശാലും അവരുടെ റിക്വയർമെൻറ്റ് അവരോട് ഡേ ബൈ ഡേ അവർ ബുക്കിംഗ് എടുക്കുമ്പോൾ തൊട്ട് തന്നെ അതിനകത്ത് വേണ്ട ക്ലാരിറ്റി, അത് ഫസ്റ്റ് അവരുടെ ചെറിയ ഒരു റിക്വയർമെൻ്റ് ആണെങ്കിൽ പോലും അതിനെ 100% ശ്രദ്ധയോടുകൂടി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു. ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾ ടൂറിസ്റ്റ് ഹോമിൽ തന്നെ, നമ്മുടെ ടൂറിസ്റ്റ് ഹോം തന്നെ അടുത്തൊരു ഇതും കൂടെ ആലപ്പുഴയിൽ തന്നെ ഉടൻ തന്നെ അതും കൂടെ നോക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് വരുന്നത് കൂടുതൽ ബുക്കിങ്ങും നോർത്ത് ഇന്ത്യൻ ബേസ്ഡ്, പ്രത്യേകിച്ച് ഹൈദരാബാദ് റിലേറ്റഡ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത നമ്മുടെ ബ്രാഞ്ച് ഇപ്പോൾ തെലങ്കാന സ്റ്റേറ്റിൽ കരിമനഗർ ഓപ്പൺ ആവുന്നുണ്ട്. ഇതും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ ഇത് തന്നെയാണ്. ഈ ഹൗസ് ബോട്ട്സും ബോട്ടിങ്, ആലപ്പുഴ എൻ്റെ നാട്, ആ ഒരു ഇത് അതിൻ്റേതായ രീതിയിൽ ഗസ്റ്റ് വളരെ സന്തോഷത്തോടെ പോകണം എന്നുള്ളൊരു ഇത് തന്നെ. ഓക്കെ, കേരള ഒഡീസി ടൂർസ് ആൻഡ് ട്രാവൽസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.